ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡിവോഴ്സിന്റെ കാര്യം ഇത്രയ്ക്കും വിഷമമാവുമെന്ന് നിധി ഒട്ടും പ്രതീക്ഷിച്ചില്ല. നികേഷും ഹരീഷും വല്ലാതെ വിഷമമാകുന്നുണ്ട്. അതിനുശേഷം ഹരീഷും താൻ സുഭാഷ് ഏട്ടനോട് പറഞ്ഞുപോയ ഓരോ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നു. ഏട്ടന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് സുധീഷ് ഏട്ടനൊരു ജീവിതം വേണ്ടാന്ന് സുഭാഷ് ഏട്ടൻ കരുതിയത് ഇതിനൊക്കെയാണല്ലേ എന്ന് പറഞ്ഞതും പറയാൻ പാടില്ലാത്തതുമായ പല കാര്യങ്ങളും പറഞ്ഞില്ലേ ഏട്ടാ, എന്നോട് ക്ഷമിക്കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നത്, അതൊന്നും സാരമില്ല, ഞാനല്ലേ തെറ്റ് ചെയ്തത്, അറിഞ്ഞപ്പോ എല്ലാം നിന്നോട് പറയണമായിരുന്നു, പോട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രാത്രി നാലുപേരും കൂടി കിടക്കുമ്പോൾ സുധീഷ് കരഞ്ഞുകൊണ്ട് പറയുന്നത്, നിധിക്ക് അതൊരു ഫേക്ക് കല്യാണമാണ്, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ താലി ചാർത്തിയതാണ്, ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെയുള്ള നുണയല്ല ഹരീഷേ എന്ന് പറയുന്നു. അവളെ നഷ്ടപ്പെടാൻ എനിക്ക് പറ്റില്ല, നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇനിയൊരു കല്യാണം കഴിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷിനും കുറേശ്ശെ വിഷമം വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സാരമില്ല, പോട്ടെ ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഹരീഷും. പിന്നീട് ഭാസ്കരൻ പാട്ട് വെച്ചതുകൊണ്ട് നിധിക്ക് ഉറക്കം വരുന്നില്ല. നിധി പതുക്കെ എഴുന്നേറ്റ് വരുമ്പോൾ സുഭാഷ് മറ്റുള്ളവരോട് പറയുന്നത് കേൾക്കുന്നു. നിധിയെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, അവൾ പാവമാണ്, അവൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത്രയും ദിവസം ഇവിടെ നിന്നില്ലേ, അതുതന്നെ ഭാഗ്യമെന്ന്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ആകെ സങ്കടമായി. ഹരീഷ് സുധീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നാലുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു. ഇതെല്ലാം നിധി കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ വിഷമിപ്പിക്കാൻ പാടില്ല, താൻ ഇത്രയ്ക്ക് ക്രൂരയാവാനും പാടില്ല എന്ന് നിധി തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് സുഭാഷും മറ്റുള്ളവരും എഴുന്നേൽക്കാൻ വൈകി. നിധി പതിവ് പോലെ എഴുന്നേറ്റ് ഫ്രഷായി എടുത്ത് മുറ്റമടിക്കുന്നു. അത് കണ്ട് ഭാസ്കരൻ നിധിയുടെ കയ്യിലെ ചൂല് വാങ്ങി മുറ്റമടിക്കുന്നുണ്ട്. നിധി ആകെ വല്ലാതായി. നേരെ അടുക്കളയിൽ പോയി മൊബൈലിൽ ഒരു പാട്ട് വെക്കുന്നുണ്ട്. അത് കേട്ടതും സുഭാഷും മറ്റുള്ളവരെയും വിളിച്ചുണർത്തി. ഇന്നലെ ഞാൻ ഇത്തിരി ഉറങ്ങാൻ ലേറ്റായി, അതുകൊണ്ടാണ് ഉണരാൻ വൈകിയത് എന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല സുഭാഷേട്ടാ എന്ന് നിധി പറയുന്നുണ്ട്. നികേഷ് നിധിയോട് ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് നിധിക്ക് വളരെ വിഷമമായി. അന്നേരം ഭാസ്കരൻ കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഹാളിൽ വെക്കുന്നുണ്ട്. അങ്ങനെ നികേഷും ഹരീഷും വീണ്ടും നിധിയോട് അപേക്ഷിക്കുന്നുണ്ട്, ഇടത്തേക്ക് എവിടെ നിന്നും പോവാതിരുന്നൂടെ എന്ന്. അതിനുശേഷം നിധിക്ക് സാന്ദ്രയുടെ ഫോൺ കോൾ വരുന്നു. 5 ആണുങ്ങളുള്ള വീട്ടിൽ സേഫ്റ്റി അല്ലെന്ന് ഏടത്തിയോട് ആരാ പറഞ്ഞത്, അതെങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട് നിധി. നമ്മുടെ വീടിനുള്ളതിനേക്കാളും സുഖമായിട്ട് സേഫ്റ്റി ആയിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ സാന്ദ്രയ്ക്ക് അത്ഭുതമാകുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.